ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ അയർലൻഡിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഏതായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കി തുറന്നാലും എവിടെ ന്യൂസിലൊക്കെ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അയർലൻഡിൽ നമ്മുടെ ഇന്ത്യൻസിനെതിരെ നടന്ന റേസിസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയാം. ഇത് ആർക്കുള്ളൊരു എന്താ പറയുക, ഇതാരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിമർശിക്കാനോ ഒന്നും പറയുന്നതല്ല. ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറയുന്നതാണ് കേട്ടോ. ആരും ഇതിനെ ഇനി വിമർശിക്കലോ കുറ്റപ്പെടുത്തലോ ആയിട്ടൊന്നും ആരും എടുക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഇപ്പോൾ അയർലൻഡിൽ നടന്ന ഇഷ്യൂ എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും. കാരണം ഒരു കുഞ്ഞുകുട്ടിക്കെതിരെ ഇവിടുത്തെ യൂത്ത് എന്നല്ല ടീനേജേഴ്സ് നടത്തിയ ഒരു ചെറിയ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. അപ്പം അതനുസരിച്ച് അതിപ്പം അയർലൻഡിൽ ആ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, അത് പല സ്ഥലങ്ങളിലും അവിടെ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിനിപ്പം അയർലൻഡിൽ മാത്രമല്ല, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ കാനഡ ആയിക്കോട്ടെ UK ആയിട്ട് ഇതൊന്നും വിദൂരത്തല്ല. ഇതൊക്കെ നമ്മുടെയൊക്കെ ഇടങ്ങളിലേക്കും വരാൻ അധിക സമയവും എടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാണുന്ന ന്യൂസൊക്കെ ഇവിടുത്തുകാരും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനിടയിൽ അവർ ചെയ്തത് തെറ്റാണ്, പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അത് അവരുടെ മാത്രം ഭാഗത്ത് തെറ്റല്ല, നമ്മുടെ ഭാഗത്തും ചെയ്ത എന്തൊക്കെയോ തെറ്റുകൾ വരുന്നുണ്ട്. കാരണം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു നാട്ടിൽ നിന്നും വന്ന് വേറൊരു രാജ്യത്ത് വരുമ്പോൾ നമ്മുടെ കൾച്ചർ ഉണ്ടാവും. അപ്പോൾ ഈ വന്ന രാജ്യത്തും അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടാവും. ഈ രണ്ടുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ പകരം നമ്മൾ നമ്മുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ കുറച്ച് ഇവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ലിവിങ്സ് അല്ലെങ്കിൽ ഒരു കൾച്ചറൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മൊത്തത്തിൽ മാറ്റാൻ നോക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരാളെ പുറത്തോടെ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇവർ ഉറപ്പായിട്ട് നമ്മളോട് യാതൊരു പരിചയമില്ലാത്ത ഒരാളായിരിക്കും, പക്ഷെ അവർ ഹലോ പറഞ്ഞ് വിഷ് ചെയ്യുക, അതൊക്കെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൾച്ചറാണ്. അത് നമുക്ക് അങ്ങനെ ഒന്നും ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇവരെന്തെങ്കിലും പറയണേന്ന് തോന്നും. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹലോ പറയാൻ ശീലിക്കുക. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞ് ഇവിടെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. കാരണം ഒരു ഹലോ പറയുക, ഇനി ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവരോട് താങ്ക്സ് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടു എന്തെങ്കിലും ചെയ്തൊരു സോറി പറയുക. ഈ താങ്ക്സ് പറയാനും സോറി പറയാനും ഒരു മടി ഇവിടെ കാണിക്കാൻ പാടില്ല. കാരണം ഇവിടുത്തുകാർ എന്തൊരു ചെറിയ കാര്യമായിക്കോട്ടെ, ഒരു ചെറിയ കാര്യത്തിന് വരെ താങ്ക്സ് പറയാനും സോറി പറയാനും ഒന്നും ഒരു മടിയില്ല ഇവർക്ക്. അങ്ങനെയാണ് ഇവർ പഠിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളും അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ നിൽക്കുമ്പോൾ ഒരാൾ വണ്ടി വന്ന് നമുക്ക് നിർത്തി തരികയാണെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് താങ്ക്സ് എന്നൊന്ന് പറയുക. നമ്മൾ ചുണ്ടമനക്കൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ അതൊരു താങ്ക്സ് പോലെ അവരെടുത്തോളും. അതേസമയം നമ്മൾ അവരെ മൈൻഡ് പോലും ചെയ്യാണ്ട് ഇതെൻ്റെ അവകാശമാണ്, എനിക്ക് അയാൾ നിർത്തേണ്ട അയാളുടെ അവകാശമല്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാണ്ട് പോകുന്നത് ശരിയായൊരു രീതിയിലാണ്. നമ്മൾ കുറച്ച് മാനേഴ്സ് കീപ്പ് ചെയ്യുക, മറ്റുള്ളവരോട് കുറച്ചും കൂടി എന്താ പറയുക, എല്ലാവരും കാണുമ്പോൾ ഒന്ന് ചിരിക്കാനും അവരുടെ രീതികൾ അവരുമായിട്ട് കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന് ഉദ്ദേശം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സെലിബ്രേഷൻസ് ഇവരുടെ സെലിബ്രേഷൻസിനേക്കാളും മേളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഓണപ്പരിപാടി ആയിക്കോട്ടെ, പെരുന്നാളുകളായിക്കോട്ടെ, ഹോളി, അതുപോലെ എല്ലാ സെലിബ്രേഷൻസും നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാതിരിപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തുകാർ. പക്ഷെ അവർ ആ സപ്പോർട്ട് ചെയ്യുന്നതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവരുടെ ഒരുപാട് സൗണ്ട് എടുക്കുക, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം ഒച്ചപ്പാടുണ്ടാക്കി ആഘോഷങ്ങൾ നടത്തുക, അലമ്പുണ്ടാക്കുക, ഇതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസിനെ നമ്മൾ എഗനിസ്റ്റ് ആകാതെ, ആ റൂൾസ് തെറ്റിക്കാണ്ട് ആ റൂൾസിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സെലിബ്രേഷൻസ് ചെയ്യുമ്പം അത് അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതേസമയം നമ്മളിങ്ങനെ ചെണ്ടയും കൊട്ടി പാട്ടും പാടി ബഹളവും വെച്ച് റോഡിൽ കൂടിയൊക്കെ നടന്ന് അലമ്പുണ്ടാക്കുമ്പോൾ അവർക്കത് അരോചകമായിട്ടായിരിക്കും തോന്നുന്നത്. അവർ ആദ്യമൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കും, പിന്നെ ആകുമ്പോൾ അത് അവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. കാരണം ഇതിൽ 10 ഒരാൾക്കെങ്കിലും തോന്നും ഇവരെന്താ നമ്മുടെ നാട്ടിൽ വന്ന് ഈ കാണിക്കുന്നതെന്ന് തോന്നാം. ചിലപ്പോൾ 10 9 പേർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഒരാളിലൂടെ അത് പലരിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് നമ്മുടെ ഇപ്പം നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ നാളെ നമ്മുടെ മക്കൾക്ക് അവരുടെ ഭാവിയിലേക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് ഇപ്പം അയർലൻഡിൽ നടന്നത് തന്നെ ആ കൊച്ചെന്ത് ചെയ്തത്, ആ കൊച്ചൊരു നിരപരാധിയാണ്. അതിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെയാണ് ആക്രമിക്കപ്പെട്ടത്. ആ ഒരു അവസ്ഥ നാളെ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത വരും തലമുറയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. കാരണം നമ്മളൊരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്
കൂടുതലും അവരിൽ ഒരാളായിട്ട് മാറാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മൾ അങ്ങനെയൊന്നും ശീലിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഡ്രൈവിങ്ങിലാണെങ്കിലും കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുക, ഇതൊന്നും ഇവിടുത്തുകാർ ഇവർക്ക് അവർ ആ റൂൾസ് തെറ്റിച്ചൊന്നും അവർ ചെയ്യില്ല. കാരണം അവർ ആ കറക്റ്റ് എന്താ പറയുക സിഗ്നൽ നോക്കി, അല്ലെങ്കിൽ ഇത്ര സ്പീഡ് ലിമിറ്റ്, ആ ലിമിറ്റൊക്കെ നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയോ മടിയിൽ ഒന്നും ഇവർ കൊണ്ടുപോകില്ല. കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാർ സീറ്റിൽ ഇരുത്തി, അല്ലാണ്ട് അവർ വണ്ടി കയറില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ വണ്ടിയിൽ ഹെൽപ്പ് ചോദിച്ചാൽ പോലും അവർ കുട്ടി ഉണ്ടെങ്കിൽ കാർ സീറ്റ് എടുത്തിട്ട് അതിലല്ലാണ്ട് കുട്ടിയെ ഇരുത്തത്തില്ല. കാരണം അവർ അങ്ങനെ ശീലിച്ചതാണ്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലാണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഇനി വരുന്ന ഈ ഓണം സെലിബ്രേഷൻ മാക്സിമം നമ്മളായിട്ട് നമ്മുടേതായ രീതിയിൽ അവരുടെ രീതികളോട് ചേർന്ന് നിന്നുകൊണ്ട് ആഘോഷിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇതെൻ്റെ ചെറിയൊരു അഭിപ്രായം മാത്രമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണും വരയ്ക്കും. ബൈ.